പോകുന്നു. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ് മരണം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി നിയ ഫൈസലാണ് മരിച്ചത്. ഏപ്രിൽ 8-നാണ് നിയയ്ക്ക് നായയുടെ കടിയേറ്റത്. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നിയയുടെ മൃതദേഹം കബറടക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതിയാണ് നിയയ്ക്ക് പട്ടിയുടെ കടിയേറ്റത്. തുടർന്ന് പേവിഷബാധയാണ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അന്ന് തന്നെ കുട്ടിയെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഒപ്പം വാക്സിൻ, പേവിഷബാധക്കെതിരെയുള്ള വാക്സിനും നൽകിയിരുന്നു. എന്നാൽ 3 വാക്സിനുകൾ പൂർത്തിയായതിനു ശേഷമാണ് ഈ കുട്ടിക്ക് വലിയ തരത്തിലുള്ള പനിയും വിറയലും അനുഭവപ്പെട്ടത്. തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും പിന്നീട് തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ എത്തിച്ച ശേഷം വെന്റിലേറ്ററിലേക്ക് കുട്ടി മാറ്റിയെങ്കിലും ഇന്ന് പുലർച്ചെ 1 മണിക്ക് കുട്ടി മരിച്ചു. രാവിലെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പൊതുദർശനത്തിനോ മറ്റും വെക്കാതെ തന്നെ പള്ളിയിൽ കബറടക്കി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്പോൾ മെഡിക്കൽ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഡോക്ടറുടെ ഭാഗത്തുനിന്നൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. കുട്ടിക്ക് കയ്യിൽ വലിയ തരത്തിലുള്ള മുറിവേറ്റിരുന്നു. ഒരു പക്ഷേ ആ മുറിവിലെ നരമ്പിലൂടെ ഈ വൈറസുകൾ തലച്ചോറിലേക്ക് ബാധിച്ചായിരിക്കാം ഇത്ര വാക്സിൻ കൊടുത്തിട്ടും അത് ഏൽക്കാതെ പോയത് എന്നുള്ളതാണ്. ഒപ്പം ഈ വാക്സിൻ കൊടുത്തതിൽ അപാകതകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ മരിച്ച കുട്ടിയുടെ അമ്മ ക്വാറന്റൈനിൽ പോകേണ്ട ആവശ്യകതയില്ല. നേരത്തെ തന്നെ അവിടെയുള്ള ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ 28 പേര്, ഈ കുട്ടിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന 28 പേര് ക്വാറന്റൈനിൽ പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ ആവശ്യകത നിലവിൽ ഇല്ല. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നും ഇത് അങ്ങനെ വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു രോഗബാധ ഉണ്ടായതല്ല. ഒരു പക്ഷേ ഈ വാക്സിൻ നൽകി കഴിഞ്ഞപ്പോഴേക്കും തലച്ചോറിലേക്ക് വൈറസ് ബാധിച്ചു കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചതെന്നാണ് ഇവിടെ SIT ആശുപത്രിയിലെ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. അതനുസരിച്ച് ഉള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വാക്സിൻ നൽകിയ ആശുപത്രിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ആരും ക്വാറന്റൈനിൽ പോകണ്ട എന്നുള്ളൊരു നിർദ്ദേശം കൂടി ആശുപത്രി അധികൃതർ നൽകി കഴിഞ്ഞിരിക്കുന്നു. ശരി ബിനോയ്.